കശ്മീരിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യം അങ്ങനെ മുന്നോട്ട് പോകുന്നു. വി ആർ കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഡൽഹിയിലേക്ക് പോയാൽ അവിടെ പുതിയ മുഖ്യമന്ത്രിയായി അതിഷി വെള്ളിയാഴ്ച ചുമതലയേൽക്കും. മന്ത്രിസഭയിൽ ഒരു പുതുമുഖമടക്കം 5 പേരും അതിഷിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അരവിന്ദ് കെജ്രിവാൾ സർക്കാരിലെ 4 മന്ത്രിമാർ തങ്ങളുടെ സ്ഥാനം നിലനിർത്തുകയും ചെയ്യും. ഐഷത്തുൽ ഷംന ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഷംന, ഈ ഒരാൾ പുതുമുഖമാണ്. വലിയ വെല്ലുവിളികൾ അതിഷിക്ക് മുന്നിലുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നത്? അപ്പം കെജ്രിവാൾ ഹരിയാനയിലടക്കം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോവുകയാണല്ലോ. രഞ്ജിത്ത്, തീർച്ചയായും ഒരു പുതുമുഖമടക്കം 6 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഈ മുകേഷ് അഹ്ലാവത്താണ് പുതുമുഖമായി രംഗത്തെത്തുന്നത്. ഈ മുകേഷിനെ സംബന്ധിച്ച് ആദ്യമായി സുൽത്താൻപൂർ മജ്ര സീറ്റിൽ നിന്നും AAP സീറ്റിൽ നിന്നും മത്സരിച്ച് MLA ആയ ആളാണ്. ഒരു ദളിത് മുഖം കൂടിയാണ് AAPയുടെ. അതുകൊണ്ട് തന്നെ ഈ ഹരിയാന തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ AAPക്ക് വലിയ പ്രതീക്ഷ നൽകുമെന്ന് തന്നെ കരുതപ്പെടണം. ഒപ്പം തന്നെ കൈലാഷ് ഗെഹ്ലോട്ട്, ഗോപാൽ റായ്, സൗരഭ് ഭരദ്വാജ് തുടങ്ങിയവരടക്കം ഇമ്രാൻ ഹുസൈൻ അടക്കമുള്ള അവരാണ് മന്ത്രിസഭയിൽ തുടരുന്നത്. അവരുടെ സ്ഥാനങ്ങൾക്കൊന്നും മാറ്റമില്ലെന്ന് കൂടി AAP അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മാസം 26-27 തീയതികളിലായി ആദ്യ സമ്മേളനം നടക്കുകയാണ്. നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഒപ്പം ഈ കൂടുതൽ ഈ AAPയുടെ മുഖം കൂടുതൽ വ്യക്തമായി തന്നെ നമുക്ക് അറിയാനാവും. ഒപ്പം തന്നെ ഇപ്പോഴും AAPയുടെ ഒരു മുഖം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ തന്നെയാണെന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും അതിഷിക്ക് Z വിഭാഗത്തിലെ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. നാളെ കഴിഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനം സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടുകൂടി അതിഷിക്ക് Z വിഭാഗത്തിലെ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. മുമ്പ് അരവിന്ദ് കെജ്രിവാളിന് Z+ വിഭാഗത്തിലെ സുരക്ഷയായിരുന്നു ഒരുക്കിയിരുന്നത്. ഒപ്പം തന്നെ ഹരിയാനയിലടക്കം ഇപ്പോൾ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കെജ്രിവാൾ അവിടെ സന്ദർശനം നടത്തുന്നു. അപ്പോഴും AAPയുടെ മുഖം ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ പുതുമുഖം അടക്കം വരുന്ന സാഹചര്യത്തിൽ AAPക്ക് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഒപ്പം 5.5 മാസത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഡൽഹിയിൽ. അതുകൊണ്ട് തന്നെയായിരിക്കണം 4 മന്ത്രിമാരെ അതുപോലെ നിലനിർത്തി വലിയൊരു അഴിച്ചുപണി നടത്താതെ തന്നെ AAP മുന്നേറുന്നതും. രഞ്ജിത്ത്, ശരി. ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. രാജസ്ഥാനിലെ